അല്ല, രാധിക പോയി കഴിഞ്ഞപ്പോ പതിവില്ലാത്തൊരു സൊള്ളൽ. നിനക്ക് 24 മണിക്കൂർ ഇതിനെക്കുറിച്ച് ചിന്തയുള്ളൂ. എന്നാലും ഇത്ര ഡീറ്റെയിൽ ആയിട്ട് തന്നെ മനസ്സിലാക്കിയല്ലോടാ. താങ്ക് യു. അവൾ ഈ പ്രോജക്റ്റ് ആയപ്പോഴേ എനിക്ക് തോന്നിയത് ഈ ട്രിപ്പ് ഒരു ഇനി 4 മാസം എങ്ങനെ കഴിച്ചുവിട്ടെന്ന് എൻ്റെ ടെൻഷൻ. ആക്ച്വലി മോള് ബോർഡിങ്ങിലായി നന്നായി, ഇല്ലെങ്കിൽ ഞാനാകെ വിഷമിച്ചു പോയി. അതിനാണ് പഴയ കാരണവന്മാര് പറയുന്നത് ബേസിലിനെ കണ്ടുപടി, ബേസിലിനെ കണ്ടുപടി. ഒറ്റത്തടി, നോ കമ്മിറ്റ്മെന്റ്സ്, പരമസുഖം. അപ്പൊ നമ്മുടെ പരിപാടി എങ്ങനെ? പബ്ബിലേക്കല്ലേ? നിന്റെ വിഷമങ്ങളെല്ലാം അവിടെ നമുക്ക് കഴിക്കളയടാ. നീ തന്നെ പോയാൽ മതി. എനിക്ക് ഓഫീസിൽ പോകണം, ഒരു മീറ്റിംഗ് ഉണ്ട്. നീ രാത്രി ഫ്ലാറ്റിലേക്ക് വാ. അപ്പൊ ഇനി വൈകുന്നേരം ആണും തൊണ്ടയെന്ന് നനയ്ക്കാൻ. നീ ആ കോഫി ഷോപ്പിലോട്ട് നിർത്തുക. നിന്റെ തൊണ്ട ഇപ്പോഴാണ് നനച്ചത്. കോഫി ഷോപ്പെങ്കിൽ കോഫി ഷോപ്പ്. അവിടെ വല്ല ചിക്സ് ഉണ്ടോ നോക്കാം. ഹലോ, ആ ഞാൻ ഇപ്പോൾ വരാം. ഓക്കെ. നീ എനിക്കൊരു ചായ ഓർഡർ ചെയ്തു. ഞാൻ ഒന്നാ സിയുടെ ഓഫീസ് വരെ പോയിട്ട് 5 minutes. സോ മൊത്തമായിട്ട് നാട്ടിലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു അല്ലേ? ഡോക്യുമെന്റ്സിന്റെ ഒരു റഫ് ഡ്രാഫ്റ്റ് ഞാൻ മെയിൽ അയച്ചേക്കാം അങ്ങനെയാണെങ്കിൽ. ഓക്കെ, താങ്ക് യു. ഓക്കെ, സി യു. ചായ ഇതുവരെ വന്നില്ലേ? എടാ, ഒരു ചായ ചോദിച്ചപ്പോൾ അവർ വലിയ ലിസ്റ്റുമായിട്ട് വന്നിരിക്കുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ വല്ല ബാറിലോട്ടും പോവാന്ന്. അവിടെയാണെങ്കിൽ ഒറ്റ ചോദ്യമല്ലേ ഉള്ളൂ, സോഡ ഓർ വാട്ടർ. എൻ്റെ ഈശ്വര, കുറച്ചുകൂടെ മാറ്റി കൊടുക്കാം. ഓ പിന്നെ ആ മുന്നോട്ട് പോയി ഫസ്റ്റ് പ്രൈസ് വാങ്ങിക്കാൻ പോലും. അയാൾ വരുന്നുണ്ട്. അയ്യോ, അപ്പോഴേ പറഞ്ഞ അവനെ കയറ്റിവിടാം. ആ സൈഡ് മൊത്തം വരച്ച് നശിപ്പിച്ചു.
ഇനിയെങ്കിലും ആ ബെൽറ്റ് ഒന്നിട്. വിട്ടുകള, ഇനി അവന്റെ പുറകെ പോയി സമയം കളയണ്ട. നിന്റെ ഈ ഈഗോയാ ഇതിനെല്ലാം കാരണം. ഈഗോ? ആ, അതെനിക്ക് പണ്ടേ ഉള്ളതാ. ഞാൻ എന്ത് ഈഗോ കാണിച്ചതാ? അവനല്ലായിരുന്നു ധൃതി. നീ ഒരു കാര്യം ചെയ്യും, എന്നെ അടുത്ത ജംഗ്ഷനിലോട്ട് ഇറങ്ങും. പോകുന്ന വഴി വണ്ടി ഒന്ന് സോമന്റെ വർക്ക്ഷോപ്പിലോട്ട് കൊടുത്തേര്. സ്ക്രാച്ചുള്ള വണ്ടി കൊണ്ട് നടക്കാൻ പറ്റത്തില്ല. ഹായ്, റൂമിലെത്തിയോ? എടി 3 മാസം കണ്ണടച്ച് ഉറക്കുന്നതിന് മുമ്പ് തീരില്ലേ? ഞാൻ അടുത്ത ഫ്ലൈറ്റ് കൂടിയിട്ടേ. അതെ, റോമിങ്ങാ. നീ അവിടുത്തെ സിം എടുത്തിട്ട് എന്നെ വിളിക്കും. ഓക്കെ, ബൈ. ഹലോ. അമ്മേ. എന്താ മോനെ രാവിലെ തന്നെ? ഒന്നുമില്ല അമ്മേ, ബിസി ആയിരുന്നു അമ്മേ, അതാ വിളിക്കാൻ പറ്റാഞ്ഞേ. എല്ലാവരും ജീവിക്കാൻ വേണ്ടിയുള്ള പരക്കം പാച്ചിലാണ്. എന്നിട്ടും ആഗ്രഹിക്കണ പോലെ ജീവിക്കാൻ പറ്റണുണ്ടോ? അതും ഇല്ല. ഇന്ന് ജീവിക്കാൻ മറന്ന് നാളേക്ക് വേണ്ടി ഉണ്ടാക്കാനുള്ള പെടാപ്പാട്ടിലാണ്. എന്നിട്ടോ നാളെ അത് തന്നെ ചെയ്യും. ഇതൊക്കെ കഴിഞ്ഞൊന്ന് നട നിർത്തുമ്പോഴേക്കും ഒന്നിനും വയ്യാണ്ടായി ഒതുങ്ങിക്കൂടി കാലം തീർക്കേണ്ടി വരും. എന്റെ നിത്യമോളെ കാണാൻ എനിക്ക് കൊതിയാവുന്നടാ. എന്നാ അവളെ ഒന്ന് കാണാൻ പറ്റുക എനിക്ക്? രാധിക ഇങ്ങോട്ട് വന്നാൽ ഞങ്ങൾ അങ്ങോട്ടല്ലേ അമ്മേ വരുന്നേ? പിന്നെ അമ്മയുടെ കൂടെ തന്നെ ഇല്ലേ? ശരി ശരി. ആ 2 സസ്പെക്ടോട് ചെക്ക് ചെയ്തേ ഒന്ന് നോക്കിയാണേ. ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ്. 3-4 ദിവസമായല്ലോ, ഇതുവരെ പണി കഴിഞ്ഞില്ലേ? കുറച്ച് തിരക്കുണ്ടായിരുന്നു സാറേ. 2 ദിവസത്തിൽ തീർത്ത് തരാം. എന്താ സോമ ഇത്? സോറി സാർ, 2 പേർ കുറച്ച് ദിവസമായിട്ട് ലീവിലായിരുന്നു. 2 ദിവസത്തിൽ തീർത്ത് തരാം. ഒരു പോറൽ പോലും ഇല്ലാതെ അച്ഛൻ കൊണ്ടുവിടുന്ന കാറാ. വിളിക്കാതിരുന്നത് എന്നാ അച്ഛൻ തിരക്കായി പോടെ. മോൾ ഇതുവരെ ഉറങ്ങിയില്ലേ? മോൾ ഉറങ്ങിയെന്ന് വിചാരിച്ച അച്ഛൻ വിളിക്കാൻ. അച്ഛനെന്താ സുഖമില്ലേ? ഒരു ചെറിയ കോൾഡ്. അച്ഛൻ നാളെ വിളിക്കാം. ഓക്കേ ബൈ അച്ഛാ. ഒരു പച്ചപ്പൂത എന്നെ തുറിച്ചു നോക്കുന്നുണ്ട്. ഗുഡ് നൈറ്റ് മോനെ.
എന്താണ് സാറേ, പ്ലംബിംഗ് വർക്ക് നടക്കുമ്പോൾ വയറിംഗ് വർക്ക് നടക്കത്തില്ലേ? ആ ആ എനിക്കതെന്ന് പറയണ്ട. അടുത്ത മാസം 15-ന് വീട് പാല് വെച്ചണം. അത് മാത്രം മനസ്സിൽ വെച്ച് ചെയ്താൽ മതി. ഓക്കെ, ഓൾറൈറ്റ്, ഓക്കെ. അളിയാ വാ. കണ്ടടേ. സാലഡ്. എൻ്റെ അമ്മ ഫുൾ ഓൺ ആണല്ലോ. കുറച്ചൊടി. കുറച്ചുകൂടെ. എന്തരടെ ഇത്? Cheers. എടാ ഒന്ന് മിക്സ് ചെയ്ത് കയറ്റടാ. First drink always on the rocks. നീ എന്താ ഈ എല്ലാ ദിവസവും കുടിക്കണേ? നീ എന്തിനാളിയാ എല്ലാ ദിവസവും കുളിക്കുന്നേ? എടാ, ശരീരത്തിൽ അഴുക്ക് ക്ലീൻ ചെയ്യാൻ ദേവന്മാരുടെ കാലം മുതൽക്കേ ഉള്ള സാധനമാണിത്. അതിലും ബെസ്റ്റ് ഫിനോയില. ഹായ് ബേബി, ഹൗ ആർ യു? ശരി ശരി, നിന്റെ പറച്ചിലേ ഉള്ളൂ. ഓ യെസ് ബാലു. സർ, പ്രസ്റ്റീജിന്റെ പേയ്മെന്റ് ഒക്കെ ആയിട്ടുണ്ട്. ഇപ്പോഴാണ് കൺഫർമേഷൻ മെയിൽ വന്നത്. ഗുഡ് റിമൈൻഡഡ്. ഓഫീസിൽ നിന്ന് ഇറങ്ങിയില്ലേ? ഇല്ല സാർ, ഈ മെയിൽ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. ഓ ഓക്കെ. അപ്പൊ ശരി സാർ, നാളെ കാണാം. എന്താണ് മോനെ ഒരു കൊളുത്ത് വീണ ചിരി? ചിപ്പടാ, ഓഫീസിൽ നിന്ന് ബാലുവാ. കാല് വയ്യാത്തവനാന്ന് പറഞ്ഞ് ഗിരി അത്ര ഹാപ്പി അല്ലായിരുന്നു അവനെ അപ്പോയിന്റ് ചെയ്യാൻ. ഇപ്പം പക്ഷെ എല്ലാവരും കാട്ടി എഫിഷ്യൻ്റ് അവനാ. പിന്നെ പറ. ഇതൊക്കെ തന്നെടാ. ഹായ്. Good morning. വെരി ഗുഡ് മോർണിംഗ്. നന്ദൻ സർ. 1 minute. You are Mr. ബേസൽ. ആൻഡ് യു? Angel. നൈസ് നെയിം. Sir, you have a visitor. One Mr. Basil. ആസ്ക് ഹിം ടു വെയിറ്റ് ഫോർ 2 minutes. അപ്പോൾ ചെക്ക് ഇതുവരെ കിട്ടിയില്ലേ? ഇല്ല സർ. ഞാൻ സൈൻ ചെയ്തതാണല്ലോ. അക്കൗണ്ട്സ് അന്വേഷിച്ചപ്പോൾ ചെക്ക് ഹോൾഡ് ചെയ്തിരിക്കുന്ന പറഞ്ഞേ. ബാലു, കം ടു മൈ ക്യാബിൻ. ഡോണ്ട് വറി, ഞാൻ അക്കൗണ്ട്സ് ഒന്ന് ചെക്ക് താങ്ക് ചെയ്യാം. യു സർ. സർ, മേ യാ കം ഇൻ. ഇവർക്ക് കൊടുക്കാൻ പറഞ്ഞ ചെക്കിന് എന്താ പ്രോബ്ലം? സാർ അത് ഹോൾഡ് ചെയ്തിരിക്കുക. ഗിരി സാർ സൈൻ ചെയ്തിട്ടില്ല. വൈ? അറിയില്ല സാർ. യു ഷുഡ് ഹാവ് ഇൻഫോം മീ ദെൻ. സോറി സാർ. ഓക്കെ, യു മേ ഗോ. പുതിയ അപ്പോയിൻമെന്റ് ഹി വോണ്ട് നോ. ഡോണ്ട് വറി, ഐ വിൽ ഗിവ് യു മൈ പേഴ്സണൽ ചെക്ക്. അയ്യോ അത് വേണമെന്നില്ല സാർ. ദാറ്റ്സ് ഓക്കെ. അനാഥാലയത്തിലെ പിള്ളേർക്ക് വേണ്ടിയിട്ടല്ലേ. ആർ യു മാരീഡ്? യു ആർ ഇൻട്രസ്റ്റഡ്? ഇതാര് ഡ്രൈവർ അങ്കിളാ? അല്ല, മോന്റെ ബ്രോക്കർ അങ്കിൾ. എങ്ങനെ മാഡത്തെ ഇഷ്ടപ്പെട്ട? നല്ല കുട്ടിയാ, കീടിലൻ ജോലി, നല്ല ശമ്പളം, സ്വന്തമായിട്ടൊരു ഫ്ലാറ്റും ഉണ്ട്. മോന്റെ അഭിപ്രായം എങ്ങനെ? അതറിഞ്ഞിട്ട് വേണം മാഡത്തിന്റെ ഹസ്ബൻഡിനോട് പറയാൻ. പിന്നെ കാര്യങ്ങളൊക്കെ മുറ പോലെ അങ്ങ് നടക്കും. ഒന്ന് പോവാങ്കിളെ, ഞാൻ വെറുതെ തമാശക്ക്. ഓ, തമാശ പറഞ്ഞതായിരുന്നു. അങ്കിൾ അറിഞ്ഞില്ലല്ലോ. എന്നാ മോന് പുതിയ വാട്സപ്പ് കോമഡി പറഞ്ഞുതരാം. ചിരിക്കുമോ നീ? ചിരിക്കത്തില്ലേ? അത്രയും മതി. പൂച്ച കണ്ണും കുറുക്കന്റെ സ്വഭാവം. സാർ ഇപ്പോൾ ഒന്ന് നാട്ടിലേക്ക്? നാളെ. ഇൻഫാക്ട് ടുഡേ ഈസ് മൈ ലാസ്റ്റ് ഡേ ഇൻ ഓഫീസ്. നെക്സ്റ്റ് ടൈം ഓൺവേർഡ്സ് എന്നെ പേഴ്സണലി കോൺടാക്ട് ചെയ്താൽ മതി. ഹിയർ യു ഗോ. Thank you very much. യു വെൽക്കം. Nandan sir is calling you. ചെല്ലേ. ഓക്കെ, സീ യു. ആ, വിടുന്നില്ല. വിളിച്ചോടത്തോടെയില്ലടാ, പിന്നെ ഹായ് പറഞ്ഞോണ്ടിരിക്കുക. ഹലോ എം ഡി സർ. വാ വാ. എടാ, ബാങ്കോക്ക് ട്രിപ്പും കഴിഞ്ഞ് അവിടെ മൊത്തം ഇളക്കി മറിച്ചിട്ടും നിന്റെ സ്വഭാവത്തിനൊരു മാറ്റം ഇല്ലല്ലോ. ഒരു ജീവിതമല്ലേ ഉള്ളൂ മോനെ. അതെ അതെ. ഇനി നീ പറ, എന്തായി കാര്യങ്ങൾ? ഗിരി ചാർജ് എടുത്തോ? ചാർജ് എടുത്തു എന്ന് പറയാം.
രാധിക വൈകുന്നേരം എത്തും. ആഹാ നാളെ പോകുന്ന വഴിക്ക് നിത്യമോളെ ബോർഡിങ്ങിൽ നിന്ന് എടുക്കണം. ദാറ്റ്സ് എ പ്ലാൻ ആസ് ഓഫ് നൗ. ഓക്കെ. അതെ, സൺഡേ ആവും സ്വാമി. സമയത്ത് അങ്ങ് എത്തുമല്ലോ അല്ലേ? എടാ എപ്പോൾ എത്തിയെന്ന് ചോദിച്ചാൽ കണ്ടറിയാം. അവിടെ ഒന്ന് പൊളിച്ചെടുക്കണം മോനെ. ഉവ്വ്. ആ പിന്നെ നമ്മുടെ സാധനങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന കാര്യം എന്തായി? ഡോൺ വറി, പാക്കേഴ്സൊക്കെ കറക്റ്റ് ടൈമിലെത്തും. ആ, പിന്നെ വൈകിട്ട് എന്താ പരിപാടി? എടാ നീ ആദ്യം ചെയ്യേണ്ടത് ഒരു പെണ്ണ് കെട്ട്. അപ്പൊ പിന്നെ നിന്റെ ഈ വൈകിട്ട് എന്താ പരിപാടി ചോദ്യം അങ്ങ് നിൽക്കും. ഓ. എടാ രാധിക വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം ബിൽഡിംഗ് സെൻഡ് ഓഫ് പാർട്ടി ഉണ്ട്. അതിനു മുമ്പ് എനിക്ക് സിയുടെ ഓഫീസിൽ പോകണം, കമ്പനി സൈൻ ഓഫ് ഫോർമാലിറ്റീസ് ചെയ്യണം, ഒരു 100 കൂട്ടം പരിപാടി ഉണ്ട്. ആ, അപ്പോൾ ട്രാൻസ്ഫർ ഫോർമാലിറ്റീസ് ഒന്നും കഴിഞ്ഞില്ലേ? എടാ കഴിഞ്ഞു, പോയൊന്ന് സൈൻ ചെയ്താൽ മതി. അപ്പൊ പിന്നെ ഡാ. വിട് 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 വിട്. ശരി ശരി. ഓ അങ്ങനെ ആ കടമ്പ കടന്നു. കോൺട്രാക്ട് പ്രകാരം ഇനീഷ്യൽ എമൗണ്ട് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആയല്ലോ അല്ലേ? ഓയാ യെസ്. ഓക്കെ, അപ്പം ഫുൾ സെറ്റിൽമെന്റ് ഇൻ 3 months. താങ്ക് യു. എന്താ ഗിരിസാറിന് ഒരു സന്തോഷമില്ലാത്ത പോലെ? ഏയ് നത്തിങ് ലൈക്ക് ദാറ്റ്. നന്ദൻ പോവല്ലേ, അതുകൊണ്ടാ. ഏയ് കമാൺ ഗിരി, എനിക്ക് അറിഞ്ഞൂടെ നിന്നെ. യു ഡോണ്ട് നീഡ് എനിബഡി. സോ താങ്ക്സ് ജെന്റിൽമെൻ. ഒരു ക്ലയന്റ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. And today, as you leave this office, we wish you all success in your future endeavors. നമ്മുടെ MD നന്ദൻ മേനോനെ 2 വാക്ക് സംസാരിക്കാനായി സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. നന്ദൻ സർ, പ്ലീസ്. ഗുഡ് ആഫ്റ്റർനൂൺ എവറി വൺ. താങ്ക്സ് ഫോർ യർ കൈൻഡ് വേർഡ്സ് ഗിരി. പക്ഷേ ചെറിയൊരു തിരുത്തുണ്ട്. ഞാനിപ്പോൾ നിങ്ങളുടെ MD അല്ല, ex-MD ആണ്. ഫ്രണ്ട്സ്, നമ്മുടെ തീരുമാനങ്ങളും പ്രവർത്തനങ്ങളും നമ്മുടെ സ്വഭാവമാണ്. അത് നമ്മൾ താല്പര്യത്തോടെ ചെയ്യണം. 100% ഡെഡിക്കേഷൻ വേണം. അപ്പോൾ മാത്രമേ നമ്മളൊരു പ്രൊഫഷണൽ ആവുകയുള്ളൂ. A business succeeds not because it's big or because it's long established, but because of the people who live it, dream it and build future plans for it. സോ അവസാനമായി നിങ്ങൾക്ക് എല്ലാവർക്കും, എസ്പെഷ്യലി ഗിരിക്ക്, ഞാൻ എല്ലാ നന്മകളും നേരുന്നു. റിമെമ്പർ, when a boss says go, a leader says let's go. So Giri, continue being a good leader. Thank you. രാധിക എപ്പോഴാണ് UK നിന്ന് വരുന്നത്? വൈകുന്നേരം എത്തും. ഓക്കെ. റെസിഡൻസ് അസോസിയേഷൻ്റെ വക ഒരു സെൻഡ് ഓഫ് പാർട്ടി ഉണ്ട്. സോ ഷീസ് കമ്മിങ് ടു ബാംഗ്ലൂർ. കൊച്ചിക്ക് വരാനായിരുന്നു പ്ലാൻ. ഇതാകുമ്പോൾ ഒരുമിച്ചൊരു യാത്രയൊക്കെ ആവാമല്ലോ. നിങ്ങൾ എപ്പോഴാണ് പുറപ്പെടുന്നത്? നാളെ രാവിലെ അറൗണ്ട് 7. അപ്പോൾ രാധിക വരുന്നുണ്ടോ അതോ? ഒരുമിച്ച് തന്നെ. ഷീ വോണ്ട് ടു ഹാവ് എ ഡ്രൈവ് വിത്ത് മീ ഇൻ ദ കാർ. സർ, ഗിവ് ഇറ്റ് ടു ഹിം. ഐ വിൽ സീ ഇറ്റ് ഇൻ ദ ക്യാബിൻ. അവിടെ വെച്ചോ. ഓക്കെ സർ. No. That's your seat from now. ഏയ് വേണ്ട വേണ്ട. Come on, Giri. Please. ഓക്കെ, ആസ് യു സേ. ഇനി ഇതാണ് എൻ്റെ സീറ്റ്. ഒരുപാട് ഉത്തരവാദിത്തങ്ങളുള്ള ചെയറാ അത്. നിന്റെ ബേർഡൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് പേയ്മെന്റ് ടേംസ് വരെ ഞാൻ ഫ്ലെക്സിബിൾ ആക്കി തന്നത്. Come on, Nandan. We have been partners for so long. It's a trust. ഇതിപ്പോൾ ഏത് ഡീലിലും ഇതെല്ലാം കോമൺ അല്ലേ? അതുകൊണ്ട് തന്നെയാണല്ലോ ഫുൾ പേയ്മെന്റ് ആവാതെ ട്രാൻസ്ഫർ അഗ്രിമെന്റ് ഞാൻ സൈൻ ചെയ്തത്. ആ ട്രസ്റ്റ് നീയും മെയിൻറ്റെയിൻ ചെയ്യണം. എന്നെ കൊണ്ട് വെറുതെ ഫോളോ അപ്പ് ചെയ്യിക്കരുത്. ദാറ്റ്സ് ദ ഓൺലി റിക്വസ്റ്റ്. സോ നിന്റെ ഫ്യൂച്ചർ പ്ലാൻസ് ഒന്നും നീ പറഞ്ഞില്ല. ഐ മീൻ നാട്ടിൽ ചെന്നിട്ട്. നോട്ട് ടു വറി മാൻ. എഗ്രിമെന്റ് തെറ്റിച്ച് ഇവിടെ കോമ്പറ്റീഷൻ ബിസിനസ് ഒന്നും ഞാൻ ചെയ്യില്ല. ഫാമിലി ആയിട്ട് കുറച്ച് നാളൊരു ബ്രേക്ക്. അത് കഴിഞ്ഞിട്ട് തീരുമാനിക്കും എന്താ ചെയ്യേണ്ടതെന്ന്. വിൽ ഡു സംതിങ്. അഷ്റഫ്. വെൽ നന്ദൻ, അഷ്റഫിന് നമ്മുടെ കമ്പനിയിൽ തിരിച്ച് ജോയിൻ ചെയ്യണമെന്നുണ്ട്. ഞാനായിരുന്നെങ്കിൽ ഒരിക്കലും നടക്കത്തില്ലായിരുന്നു. ഇപ്പം നിന്റെ അല്ലേ, നിനക്ക് വേണേ ആവാം. സാർ, അതൊരു ചെറിയ തെറ്റ് സംഭവിച്ചതാ. ചെറുതായാലും വലുതായാലും തെറ്റ് തന്നെയാണ് അഷ്റഫ്. അഷ്റഫ് പോയിക്കോളൂ. നിനക്കിപ്പോഴും അവനോട് സോഫ്റ്റ് കോർണർ ആണല്ലേ? നിനക്ക് എപ്പോഴും അവൻ്റെ അടുത്ത് വെറുപ്പും. അങ്ങനെയും പറയാലോ. അന്ന് അവൻ കള്ളും കുടിച്ച് വണ്ടി ഓടിച്ച് പോലീസ് പിടിച്ച് എൻ്റെ ഫ്ലൈറ്റ് മിസ്സാക്കിയതിന് കുഴപ്പമൊന്നുമില്ല. അവനെ ഞാൻ പുറത്താക്കിയതാണ് ഇപ്പോൾ പ്രശ്നം. അന്ന് ആ മീറ്റിംഗ് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു നിനക്കറിയാമല്ലോ. ഇത്രയും വലിയൊരു നാണക്കേട് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല.
എനിവേ ലെറ്റ് മീ ലീവ് നൗ. രാധികയുടെ ഫ്ലൈറ്റിന് സമയമായി. ഓക്കെ. ഓൾ ദി ബെസ്റ്റ്. വെൽക്കം വെൽക്കം. ഇന്ന് ചെലവ് ചെയ്യാതെ വിടുന്ന പ്രശ്നം. Hey Nandana and Radhika, this one is for you. നായർ സാർ പോരട്ടെ പോരട്ടെ. നിനക്ക് വേണ്ടി ഒടുവിലി പെഗും അതിൽ വീണ് അലസമലിയും ഒരു ഹിമശകലവും ഒടുവിൽ നീ എന്നേ പകർന്നു തന്ന സൗഹൃദവും ചിറക് വിടർത്തുന്ന ലഹരി. ഒന്നുറപ്പാ, ഇങ്ങേരുടെ കൂടെ വർക്ക് ചെയ്തതിൽ അധികവും വിട്ടുപോയത് ഈ കവിത കാരണം. ഇനി നിറക്കില്ല നിനക്കായി ലഹരിയൻ കൈകളാൽ ഈ നിറച്ച ചില്ലുപാത്രങ്ങളെ കൂട്ടിമുട്ടിച്ചിരിക്കയില്ല നാം. നായർ സാഹിബ് ഒരു റിയൽ ടാലന്റ് തന്നെ, അതിന് സംശയമൊന്നുമില്ല. ചേച്ചി ഒന്ന് സൂക്ഷിച്ചോണേ, സ്ത്രീകൾക്ക് പൊതുവെ ഇത്തരം ടാലന്റ്സിനോട് ഒരു പ്രത്യേക അട്രാക്ഷനാ. ഇനി അതൊക്കെ നടക്കുമോ നന്ദ? എക്സ്ക്യൂസ് മീ ഫ്രണ്ട്സ്. രാധിക പ്ലീസ് കം. First of all, I have to thank you all for this cute little function. We will definitely miss you all. On this occasion, I want to invite all of you. നിങ്ങൾ എല്ലാവരെയും കൊച്ചിയിലേക്ക് ക്ഷണിക്കുകയാണ് 25-ാം തീയതി ഞങ്ങളുടെ ഹൗസ് വാമിംഗ്. Please do come. Please take this as a personal invite from me and Radhika. Yes. ഇന്ന് നായർ സാർ നല്ല മൂഡിലായിരുന്നല്ലോ. അയക്ക് നല്ല വിഷമമുണ്ട് നമ്മൾ ഇവിടുന്ന് പോകുന്നതിൽ. Oh my god, it's already 11. ഇനി എപ്പോ പാക്ക് ചെയ്ത് തുടങ്ങാനാ? It's okay. Most of the things are packed. അല്ല, മോളുടെ സ്കൂളിൽ നമുക്ക് എത്ര മണിക്ക് എത്തണ്ടേ? 2:30 എത്തണം. ഓ, അപ്പൊ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം എന്തായി? ട്രാൻസ്ഫർ ഫോർമാലിറ്റീസ് ഒക്കെ കഴിഞ്ഞു. പൈസ ഇതുവരെ കിട്ടിയിട്ടില്ല. ഓ, അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. എയർപോർട്ടിലിരുന്നപ്പോൾ ഞാൻ സുമയായിട്ട് ചാറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഭയങ്കര ടൈറ്റിലായിരുന്നെന്നും പ്രോപ്പർട്ടി ഒക്കെ പ്ലെഡ്ജ് ചെയ്യേണ്ടി വരുമെന്ന് ക്രിബ് ചെയ്യുന്നുണ്ടായിരുന്നു. നിനക്കറിഞ്ഞൂടെ ഗിരിയെ, പേയ്മെന്റ് ഡിലേ ആക്കാൻ വേണ്ടി സുമയെ കൊണ്ട് വിളിപ്പിക്കും. വേറെ പല പരിപാടികളും ചെയ്യും. അതെനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ മറുപടി സുമയ്ക്ക് കൊടുത്തിട്ടില്ല. നോക്കട്ടെ, വരുന്നിടത്ത് വെച്ച് കാണാം. Your phone. Hey. Hi. നീ ഇതെപ്പോ എത്തി? So tell me, how was the UK life? Oh, don't ask me. 3 മാസം 3 വർഷം പോലെയായിരുന്നു മോളെ. അപ്പൊ നീ ബാംഗ്ലൂർ വിടാൻ തീരുമാനിച്ചു അല്ലേ? എനിക്കിഷ്ടം ഇവിടെ തന്നെയാ. പക്ഷെ നന്ദേട്ടനാണെങ്കിൽ നാട്ടിലും. പിന്നെ മോളുടെ ഹെൽത്ത് പ്രോബ്ലംസ്. അവക്ക് ഇവിടുത്തെ ക്ലൈമറ്റ് പറ്റില്ല എന്ന് നിനക്ക് അറിയാലോ. ഈ ചെറു പ്രായമൊക്കെ ബോർഡിങ്ങിൽ വെറുതെ കളയാൻ പാടില്ലല്ലോ. നന്ദേട്ടൻ്റെ അമ്മയ്ക്കാണെങ്കിലും വയ്യാണ്ടായി. തനിച്ചല്ലേ അവിടെ? അതെ അതെ, നീ പറയുന്നത് ശരിയാ. നന്ദന്റെ തീരുമാനം ശരിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പം നിന്റെ ജോലിക്കാരി എങ്ങനെയാ? കമ്പനി ട്രാൻസ്ഫർ തന്നു. ബട്ട് സ്റ്റിൽ ഐ ഹാവൻ ഡിസൈഡഡ്. ഒന്നവിടെ സെറ്റായി കഴിഞ്ഞ് നോക്കാനാ തൽക്കാലം പ്ലാൻ. എങ്കിൽ പിന്നെ നിന്റെ ബൊട്ടിക്കിന്റെ കാര്യം നോക്കിക്കൂടെ? അതൊരു ഓപ്ഷനാണ്. നന്ദേട്ടനോ തന്നെ പറഞ്ഞേ. എന്തായാലും അവിടെ ചെല്ലട്ടെ. ആ നന്ദേട്ട വീട്. ടീന എങ്കിലും പറഞ്ഞ പോലെ ഞാൻ രാവിലെ വിളിക്കട്ടോ. ശരി ശരി. വീട്ട് നന്ദേട്ട എന്താ ആൾക്കാരുണ്ട് ഇവിടെ. ആണോ? എന്നാ നമുക്ക് അകത്ത് പോകാം. ഹലോ. Hello, Radhika. ഹലോ, ആരാണ്? Radhika, is it you? Yes, Radhika here. Radhika, I am Durga Das. ഓർമ്മയുണ്ടോ? Sorry? Durga Das. We studied together in college. I was your senior. Oh, Durga Das. Okay, okay. I remember. എനിക്ക് ഉറപ്പായിരുന്നു താനെ തിരിച്ചറിയുമെന്ന്. എവിടുന്നാ ഇപ്പം ഈ സമയത്ത്? ഇപ്പോഴാണ് എനിക്ക് നിന്റെ നമ്പർ കിട്ടിയത്.
So I couldn't stop myself from calling you. Oh, is it? Great. Actually, I was not in town for a few months, so I'm quite surprised you to call today. Oh, is it? I'm so excited talking to you. I was actually sleeping. Oh, sorry to call you this late. Okay, Radhika, ഞാൻ പിന്നെ വിളിക്കാം. ഈ നമ്പർ തന്റെ തന്നെയാണെന്ന് ഉറപ്പുവരുത്തുന്നേ ഉള്ളൂ. Okay, bye. Bye. Durga Das. Strange. എന്താടോ? അല്ല, നിങ്ങളെ ഞാൻ കൊണ്ടുവിട്ടിട്ട് ട്രെയിനിങ് വന്നാൽ പോരെ? താനിവിടെ വേണം. ഇവിടെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റിൽ ചെയ്തിട്ട് താനങ്ങ് വന്നാൽ മതി. ഓ, അല്ല, കുഞ്ഞാരെ നോക്കുന്നത്? ആ അവനവിടെ ആര്? ആ ബേസിൽ. അളിയ, ഞാൻ ലേറ്റ് ആയില്ലല്ലോ. താങ്ക് ഗോഡ്. ഹായ് രാധിക, ഹോപ്പ് യു ട്രിപ്പ് വാസ് ഗുഡ്. Yeah, it was fine. മോനെ, സാധനങ്ങളൊക്കെ കറക്റ്റായിട്ട് നിർത്തുമല്ലോ അല്ലേ? Bye. आप ज़्यादा क्लीन करके बंद करके जाओ, ठीक है? വാ, വാ. നന്ദേട്ടാ, ഈ എ സിക്ക് തണുപ്പില്ല. അത് നീ UK ന്ന് വന്നോണ്ട് തോന്നുന്ന. ഇല്ല നന്ദേട്ടാ, തണുപ്പില്ല. എനിക്കും തോന്നി. നമുക്ക് പോകുന്ന വഴി ചെക്ക് ചെയ്യാം. So now next. Straight to walk-in grill. ബ്രേക്ക്ഫാസ്റ്റ് അവിടെ നിന്ന് കഴിക്കാം. പിന്നെ ടീനെ അവിടെ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ആഹാ, എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയല്ലേ? ഓക്കെ. അയ്യോ, മോളെ വിളിച്ചില്ലല്ലോ. ആ, മോളെ വിളിക്കാം. നന്ദേട്ടാ, അബദ്ധവശാ പോലും ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറയരുത് കേട്ടോ. ഞാനായിട്ട് നിന്റെ സർപ്രൈസ് ഒന്നും ബ്രേക്ക് ചെയ്യാൻ വന്നില്ല. സ്പീക്കറിലിട്ട്. ഹലോ. ഹായ് മാം, ദിസ് ഇസ് നന്ദൻ മേനോൻ, നിത്യയുടെ ഫാദറാണ്. Yeah, tell me. മോളെ ഒന്ന് ലൈനിൽ കിട്ടുമോ പ്ലീസ്? Yes, wait for a moment. ആ മോളെ, അച്ഛനാ. ഹലോ അച്ഛാ, അച്ഛൻ ഇറങ്ങിയോ? എവിടെ എത്തി? ആ ഇറങ്ങി മോളെ, വേഗം വരാട്ടോ. ഓക്കെ അച്ഛാ. ആ അച്ഛാ, ഓ, അമ്മയെ പിക്കാൻ നമ്മള് രണ്ടുപേരുമാണോ പോവാ, അതോ അമ്മൂമ്മയും വരുവോ? എങ്ങനെ വേണമെങ്കിലും ആവട്ടോ. അച്ഛൻ എന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങിച്ചോ? വാങ്ങിച്ചു. എന്താ മേടിച്ചേ? അത് സർപ്രൈസ് അല്ലേ മോളെ? സർപ്രൈസ് വേണ്ട അച്ഛാ, എന്നോട് പറ എന്താ വാങ്ങിച്ചേ. സർപ്രൈസസ് ആർ നോട്ട് ടു ബി ടോൾഡ്. വെയിറ്റ് ആൻഡ് സീ. ആ മോള് കഴിച്ചോ? കഴിച്ചു. നൗ യു ഗോ ആൻഡ് പ്ലേ. ഐ സീ യു സൂൺ. ഓക്കേ? ലവ് യു അച്ഛാ, വേഗം വരണം. ബൈ. ലവ് യു മോളെ. ഉമ്മ. Let's make it fast, huh? ഇവിടെ ഇരിക്കാം. നീ ഇരിക്കാം, ഞാൻ പോയി എന്തെങ്കിലും എടുത്തോണ്ട് വരാം. ഓക്കെ. ഹലോ. ഹായ് ടീന, നീ ഇതെവിടെയാ? സോറി ഡിയർ, ഒന്നും പറയണ്ട. ഇന്നിവിടെ ഒരു സ്റ്റാഫ് ലീവ് എടുത്തു. അവരുടെ മോൾക്ക് എന്തോ സുഖമില്ലാന്ന്. ഇന്നാണെങ്കിൽ 2 വെഡിങ് വെക്കും. ഇത് തീർക്കാതെ എനിക്ക് എങ്ങോട്ടും ഇറങ്ങാൻ പറ്റില്ല. പ്ലീസ് ലെറ്റ്സ് മീറ്റ് അറ്റ് കൊച്ചിൻ. ഇനിയിപ്പോൾ അതേ നടക്കും. നീ എന്നെ പറ്റിച്ചു. സാരില്ല. സോറി മോളെ, നിന്നെ യാത്ര അയക്കണമെന്ന് വിചാരിച്ചതാ. സീരിയസ്ലി. ബ്യൂട്ടീഷ്യൻസ് ഒക്കെ ബാങ്ക് അക്കൗണ്ട് നിറച്ചുകൊണ്ടിരിക്കുവാണല്ലോ. നടക്കട്ടെ. ഓക്കെ ഓക്കെ, വി വിൽ ഡെഫിനറ്റ്ലി ക്യാച്ച് അപ്പ് ഇൻ കൊച്ചിൻ. ഹാവ് എ നൈസ് ജേർണി. യാ. ബൈ. ഓക്കെ, ഷുവർ ഡാർലിംഗ്. ബൈ. I took idli for you. Oh, that's nice. I was craving for a nice idli. നന്ദേട്ടനും മോളും കഴിഞ്ഞ് ഞാൻ ഏറ്റവും മിസ് ചെയ്ത ഇഡ്ലിയാ. കണ്ടാ തോന്നില്ല കേട്ടോ. Nandita, I feel like having some juice. No, it's okay. I'll get it. Okay. Hi, Radhika. Yes? Durga Das. Oh my God.
He looks so different and mature too. ഓ ഇപ്പോഴെങ്കിലും ഒന്ന് അംഗീകരിച്ചല്ലോ. ഇന്നലെ രാത്രി വിളിച്ചപ്പോൾ എനിക്ക് ഷോക്കായി. അനിപ്പോ ഡബിൾ ഷോക്ക്. ഹൗ കം യു ഹിയർ? പഴയതുപോലെ എന്നെ ഫോളോ ചെയ്തോണ്ടിരിക്കല്ലോ. ഹേ കം ഓൺ, ടേക്ക് ഇറ്റ് ഈസി. ആക്ച്വലി ഞാൻ രാധിക ഇവിടെ കണ്ടപ്പോൾ ഞാനും സർപ്രൈസ് ആയി. എൻ്റെ ഓഫീസ് ഇവിടെ അടുത്താണ്. ആൻഡ് ഐ എം റിയലി സോറി ഫോർ കോളിംഗ് യു ലാസ്റ്റ് ഡേ ലേറ്റ് നൈറ്റ്. Hey, it's okay. Actually, me and my husband, we are driving to Cochin. Oh, Cochin? Yeah. By road? Yes, actually, ഞങ്ങൾ relocate ചെയ്യാണ്. So, and we both like long drives. അപ്പോൾ വിചാരിച്ചു, why not drive? Come on, I'll introduce you to my husband. Oh, sure. Come. Nandeta, meet Durgadas, my college senior. Hi. Hi. Nandan Menon, my husband. ഇന്നലെ വിളിച്ചില്ലേ? ഓ ദ നൈറ്റ് കോളർ. ദുർഗയുടെ ഓഫീസ് ഇവിടെ അടുത്താണ്. സോ സർപ്രൈസിംഗ്ലി വി മെറ്റ് ഈച്ച് അതർ അഗൈൻ. ഓക്കെ. ദുർഗ എന്ത് ചെയ്യുന്നു? ഞാൻ ഇവിടെ ഒരു യൂസ്ഡ് വെഹിക്കിളിന്റെ ട്രേഡിങ്ങിലാണ്. ഓഹോ. ഫാമിലിയൊക്കെ? അങ്ങനെ ഒരു സാഹസത്തിനും മുതിർന്നില്ല. സാഹസം തന്നെയാണല്ലോ. നന്ദേട്ടാ, Why don't you join us for breakfast? ആക്ച്വലി ഐ ഹാഡ്. ഞാൻ ഇറങ്ങാൻ തുടങ്ങുമ്പോൾ രാധികയെ കണ്ടത്. യു ബോത്ത് ഹാവ്. എനിക്ക് പോയിട്ട് കുറച്ച് തിരക്കുണ്ട്. അപ്പോൾ കാണാം നമുക്ക്. ഓക്കെ. നൈസ് മീറ്റിംഗ്. നൈസ് മീറ്റിംഗ് യു. ബൈ. Okay, ബൈ. ഒരു പ്രത്യേക ടൈപ്പാണല്ലോ. യാ. നീ പെട്ടെന്ന് കഴിക്കും, നമുക്ക് പോവാം. നൈസ് ജ്യൂസ്. ഞാനൊന്ന് ആലോചിക്കുമായിരുന്നു മനുഷ്യൻ്റെ ഓരോരോ കാര്യങ്ങളെ. ഞാൻ ആ ദുർഗാദാസിന്റെ കാര്യമാണ് പറയുന്നത്. അല്ല, ഈ ദുർഗാദാസ് ആളെങ്ങനെയാ? ഹി ലുക്ക് സ്ട്രേഞ്ച്. ദുർഗാദാസ്, ആ പേരിൽ തന്നെ ഒരു പ്രശ്നമില്ല. അതെ, ആക്ച്വലി കോളേജ് മുഴുവൻ ആ പേര് ഭയങ്കര ഫേമസ് ആയിരുന്നു. ആരടുത്തും മിങ്കിൾ ചെയ്യാത്ത ഒരു പ്രത്യേക ടൈപ്പ് മനുഷ്യൻ. എ സോർട്ട് ഓഫ് ലോണർ. ബട്ട് സർപ്രൈസിംഗ്ലി ഒരു ദിവസം അവൻ എന്നെ വന്ന് പ്രപ്പോസ് ചെയ്തു. ഐ വാസ് റിയലി ഷോക്ക്ഡ്. അതുകൊള്ളാലോ. എന്നിട്ടെന്താ, ഞാൻ അവന് വലിയൊരു ഫിലോസഫി ക്ലാസ് കൊടുത്തു. അതിന് നീ മിടിക്കുകയാണല്ലോ. അത് കഴിഞ്ഞിട്ട് അവനെ കോളേജിൽ ഞാൻ കണ്ടിട്ടില്ല. ഓ റിയലി? പോണേന് മുമ്പ് എന്നെ തന്നെ കെട്ടുമെന്ന് എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞിട്ടാ പോയത്. നീ അവനെ കെട്ടിയിരുന്നെങ്കിൽ ആ പാവൻ രക്ഷോട്ടന് ഈ പാവൻ രക്ഷോട്ടന്. അയ്യടാ, ഒരുമാതിരി ചളിഞ്ഞ വിറ്റ്. നന്ദേട്ടൻ ഇതൊക്കെ എവിടെന്നാ കിട്ടുന്നതെന്ന് എനിക്കറിയാം. എവിടെന്നാ? നിങ്ങളുടെ ഡിയറസ്റ്റ് ഫ്രണ്ട് ബേസിലിൽ നിന്ന്. ബേസിലിനോട് നിനക്കെന്താ ഇത്ര അലർജി എന്ന് എനിക്ക് മനസ്സിലാവുന്നു. എനിക്കെന്ത് പ്രശ്നം അയാളുടെ അടുത്ത്? എനിക്കെന്തോ അയാളുടെ സംസാരവും രീതിയും ഒന്നും ഇഷ്ടമല്ല. ഒരുമാതിരി അലമ്പ് നേച്ചറും. പിന്നെന്താ അയാൾ ഇത്രയും നാളായിട്ട് ഒരു പെണ്ണ് കേട്ടാത്തെ? ഓ കമോൺ രാധിക, അയാൾ അയാൾക്ക് ഇഷ്ടമുള്ള പോലെ ജീവിച്ചോട്ടെ. നമ്മളെന്തിനാ അതൊക്കെ ബോധർ ചെയ്യുന്നേ? ആ നന്ദേട്ടാ, ആ മോളിൻ്റെ അടുത്തൊന്ന് നിർത്തണേ. ഹലോ. ആ എല്ലാം ലോഡ് ചെയ്ത് കഴിഞ്ഞോ? ഇല്ലടാ, നീ ആയോണ്ടൊന്ന് ഉറപ്പ് വരുത്താൻ വിളിച്ചെന്നേ ഉള്ളൂ മോനെ. നീ ചെല്ലിയാ വരാം. ഓ ಒಳ್ಳೆ ಫಿಗರ್ ಕಣ ಮಗ. ಹೌದು ಕಣ, ಡಾಲ್ ಸಖತ್ತಾಗಿದೆ. ಇಲ್ಲಿ ಮುಟ್ಟಿದ್ರೆ ಸೌಂಡ್ ಬರುತ್ತೆ ಅನ್ಸುತ್ತೆ. ಬರ್ತೀಯಾ? 26th നൈറ്റ് തന്നെ എത്തിക്കാൻ പറയണേ. ഒരു സെക്കൻഡ്, ഞാൻ അവിടെ വിളിക്കാം. ಕಾಫಿಗೆ ಹೋಗೋಣ? ಸುಮ್ಮನೆ ಹೋಗ್ರಿ. ಹೋಗ್ಲಿ ಬಿಡಿ. ನಿನ್ನ ನೋಡ್ಕೊಂತೀನಿ ಕಣಲೇ. ಬನ್ನಿ ಸರ್, ಹೋಗಿ ಸರ್, ಹೋಗಿ ಸರ್. അതിന് മാത്രം റിയാക്ട് ചെയ്യാൻ അവരെന്നെ ഒന്നും ചെയ്തില്ലല്ലോ. ഒരു
നിസ്സാര സംഭവമായിരുന്നു. അതിന് ഇത്രയും വലിയ ബഹളത്തിന്റെ ആവശ്യമുണ്ടായിരുന്നോ? അവരൊക്കെ ആരാന്നും ഏത് ടൈപ്പാന്നും നമുക്കെങ്ങനെ അറിയാം? ഇവന്മാരോടൊക്കെ അപ്പ റിയാക്ട് ചെയ്തില്ലെങ്കിൽ ഇവന്മാർ വേറൊരു ഫാമിലിയോട് ഇത് തന്നെ ചെയ്യും. അതിന് എനിക്കൊന്നും സംഭവിച്ചില്ലല്ലോ. അപ്പൊ നീ പറയുന്ന നിനക്ക് എന്തെങ്കിലും സംഭവിച്ചതിന് ശേഷം ഞാൻ റിയാക്ട് ചെയ്താൽ മതി എന്നാണോ? നീ അവിടെ ഇരുന്നാ മതി. എന്ത് പറ്റി സാർ? എ സിക്ക് എന്താ പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു. ഒന്ന് ചെക്ക് ചെയ്യോ? ഒന്ന് നോക്കിക്കോട്ടെ. സാർ കംപ്രസറിൽ കംപ്ലൈൻറ്റ് ചെയ്താ സാർ? കംപ്രസർ കംപ്ലൈൻ്റ് ആണല്ലേ? എത്ര സമയം എടുക്കും? ഒരു 2 മണിക്കൂർ എടുക്കും സാർ. പോകുന്ന വഴിക്ക് മോളെ ഹോസ്റ്റലിൽ നിന്ന് എടുക്കേണ്ടതാ. ഇത് കഴിഞ്ഞ് എപ്പോൾ കോയമ്പത്തൂരെത്താനാ? നന്ദേട്ടാ, ഇപ്പൊ വലിയ ചൂടൊന്നുമില്ലല്ലോ, നമുക്കങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. യു ആർ ഓക്കെ? അപ്പം നാട്ടിൽ പോയിട്ട് നോക്കാം അല്ലേ? സാറേ, ഞാൻ പറഞ്ഞ ഷോർട്ട് കട്ടില്ലേ പോകുന്നത്? ആ വഴി ഒന്ന് ട്രൈ ചെയ്യാനാ പ്ലാൻ. ഓക്കെ ബൈ. ഓക്കെ ഓക്കെ. ಸರ್ ಎಷ್ಟು ಸರ್? ಫುಲ್ ಟೈಮ್ ಮಾಡಿ. ಸರಿ ಸರ್. നീ ഇവിടെ ഇരിക്കുക. ഞാൻ ആ സോമൻ പറഞ്ഞ വഴി എവിടാന്ന് ചോദിച്ചിട്ട്. ಹಲೋ, ಇಲ್ಲಿಂದ ಕೊಯಂಬತ್ತೂರ್ಗೆ ಶಾರ್ಟ್ ಕಟ್ ಇರೋದು? ಸೀದಾ ಹೋಗಿ ಅಲ್ಲೊಂದು ದೊಡ್ಡ ಆಲದ ಮರ ಸಿಗ್ತದೆ. ಆಲದ ಮರ ಲೆಫ್ಟ್ ತಿರುಗಬೇಕಾ? ಆಲದ ಮರ ಸಿಗ್ತದೆ ಸರ್. ಹಂಗೆ ಮುಂದಕ್ಕೆ ಹೋದ್ರೆ ಗ್ರಾಮ ಪಂಚಾಯತಿ ಆಫೀಸ್ ಸಿಗ್ತದೆ. ಅಲ್ಲಿಂದ ಎಡಗಡೆ ತಿರ್ಕೊಂಡ್ರೆ ಸೀದಾ ಮೈಸೂರಿಗೆ ಹೋಗಿ. ಹತ್ರದಲ್ಲಾದರೂ ರೆಸ್ಟೋರೆಂಟ್ ಇದೆಯಾ? ಇಲ್ಲ, ಅದು ಆ ಥರದ್ದಿಲ್ಲ ಸರ್. ಕೀಪ್ ಇಟ್. ಸರಿ ಸರ್. പറഞ്ഞ രണ്ടാമത്തെ ലെഫ്റ്റ് എന്നാ. ഇത് തന്നെയാണെന്ന് തോന്നുന്നു. നിങ്ങളുടെ ബേസിൽ പറഞ്ഞ വഴിയാണോ ഇത്? അവനെപ്പോഴും എങ്ങനെയാ പോകുന്നതെന്ന് പറഞ്ഞു. ഇതുവഴി പോയ ഒരു 80 കിലോമീറ്റർ ലാഭിക്കാന്നാ സോമൻ പറഞ്ഞു. നോക്കാം. സീഡി ഒന്ന് പ്ലേ ചെയ്തേ. ഈ വഴി കടകളൊന്നും കാണുന്നില്ലല്ലോ. നമുക്ക് ഫുഡ് വല്ലതും കിട്ടുമോ? മോളിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിക്കേണ്ടതായിരുന്നു. വേളത്തിൻ്റെ ഇടയ്ക്ക് അതും മറന്നുപോയി. ഏതാണോ സ്ഥലം? വായിക്കാനൊരു ബോർഡ് പോലും ഇല്ല. എന്നിട്ട് നോക്കാം. Nice, is it? Yes. Stay here. Is this what you have to offer me, Creator? All I have in me is a spirit's belief, and this is what I. Wow, what a beautiful place. അതെ, എത്ര നാളായി നന്ദേട്ടാ നമ്മളിങ്ങനെ ഒരു യാത്ര പോയിട്ട്. Our new life begins, മോളെ. Yes.
Struggling moments kept me going, kept me going, in search of peace, and that was one thing I could never do. No, I got ഇവനൊക്കെ ആരാ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്? എന്തു പറ്റി? എന്താ ഒരു സ്മെല്ല്? നോക്ക്. എന്തൊരു വൃത്തികെട്ട സ്മെല്ലാ ഇത്? നമുക്ക് ഓവർടേക്ക് ചെയ്യാൻ നന്ദേട്ടാ, പ്ലീസ്. എന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഒരു യാത്രയ്ക്ക് പോകുമ്പോൾ മൊബൈൽ ഓഫ് ചെയ്ത് വെക്കരുത്. ആ ബേസിലിന്റെ സ്വഭാവം എപ്പോഴാണോ മനസ്സിലാക്കുന്നത്? What the hell? എന്തായി കാണിക്കുന്നത്? അവൻ ഓവർ സ്മാർട്ടാണെന്ന് നോക്ക്. ഇഡിയറ്റ്. ഇങ്ങനെ ഒരു ആക്സിഡൻസ് ഉണ്ടാവുന്നത്?
must kill us. ആ മനഃപൂർവ്വം ചെയ്താണല്ലോ. ആ ഇഡിയറ്റിനെ പോലീസിൽ പിടിപ്പിക്കുക ചെയ്യേണ്ടത്. പോകുന്ന വഴിക്ക് പോലീസ് പെട്രോളിങ്ങോ ചെക്ക് പോസ്റ്റോ വല്ലതും ഉണ്ടോ നോക്കാം. ലേറ്റ് ആവുന്ന പോവാം. നന്ദിട്ടാ അയാളത് വീണ്ടും അവിടെ. നമുക്കവിടെ നിർത്താം. അവൻ പോട്ടെ. അയ്യോ അവനവിടെ നിർത്തിയല്ലോ. എന്താ അവന്റെ ഉദ്ദേശം? ഇതവ മനഃപൂർവ്വം ചെയ്യുന്ന. നമ്മളിങ്ങനെ നിന്നിട്ടൊരു കാര്യമില്ല. Let's see. Yeah. നന്ദിട്ടാ അയാൾ സ്റ്റാർട്ട് ചെയ്തു. ഈശ്വര അയാളെ കരുതി കൂട്ടിയാൻ തോന്നുന്നു നന്ദേട്ടാ. എനിക്കും അങ്ങനെ തോന്നുന്നു. നന്ദിട്ടാ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? രാധിക പിടിച്ചിരുന്നോ? അയ്യോ നമ്മളിത് എങ്ങോട്ടാ? കുറെ നേരമേ അവന്റെ കളി. നിത്യമോളുടെ ഹോസ്റ്റലിൽ നിന്ന്. ഹലോ മിസ്റ്റർ നന്ദൻ, what time can I expect you here? വൈ മാം? എനിക്കൊരു ഹോസ്പിറ്റൽ കേസ് ഉണ്ടായിരുന്നു. ഒരു 2 മണിക്ക് പോകേണ്ടി വരും. ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് എല്ലാവരും പോയി. Oh, is it? But not to worry, Mr. Nandan. Our security will be here. Oh, that's okay. We'll reach much before that. Thank you, ma'am. Okay. Thank you, Mr. Nandan. 2 മണിക്ക് മുമ്പ് എത്തുമെന്ന് പറഞ്ഞു. പുഴയൊരുങ്ങി കിളിയൊരുങ്ങി കന
മുകിലിൻ തേരിൽ വരുവതാരിനി താഴെ
You okay? I'm fine. വാ ഇറങ്ങാം. ಏನ್ ಸರ್ ಏನಾಗದೆ? You're fine? Yes. വാ അങ്ങോട്ട് ಬನ್ನಿ ಸರ್, ಅಲ್ಲಿ ಕುಂತ್ಕೊಳ್ಳಿ ಬನ್ನಿ. എന്നിട്ട് ಏನಾಯ್ತಂತಣ್ಣ? ಏನು ಹೇಳ್ದೆ ಹಂಗೆ ಹೋಯ್ತವ್ರೆ? ಏನಾಯ್ತು ಅಂತ ಹೇಳಿ ಬುದ್ಧಿ. ಒಂದು ಟ್ರಕ್ ನಮ್ಮನ್ನ ಸಾಯಿಸ್ಬೇಕು ಅಂತ ನಮ್ಮ ಕಾರ್ನ ಫಾಲೋ ಮಾಡಕ್ ಬಂತು. ಟ್ರಕ್ಕಾ? ಮತ್ತೆ ಟ್ರಕ್ ಎಲ್ಲಿ? ಆ ಕಡೆ ಬೈ. ಯಾವ ಕಡೆ ಹೋಯ್ತು? ನಾವು ನೋಡ್ಲಿಲ್ಲ. ಆ ಕಡೆನೇ ಹೋಯ್ತು, ನೋಡಿಲ್ವಾ? നീ ഫ്രഷ് ആയാ? You okay? It was a nightmare. ആരോടെങ്കിലും പറഞ്ഞ പോലും വിശ്വസിക്കില്ല. അവനെ നമ്മളെ കൊല്ലാനായിരുന്നു പ്ലാൻ. എന്നിട്ട് നമുക്ക് പോലീസിൽ അറിയിക്കുന്നല്ലേ നല്ലത്. വേണ്ട, സമയമെടുക്കും. നമുക്ക് വേഗം എത്തണം. നിത്യമോൾ അവിടെ കാത്തിരിക്കുകയായിരിക്കും. സർ ഇൻഡെക്സ് ಹೇಳಿ ಸರ್. എന്താ വേണ്ടേ? ലൈം ജ്യൂസ് ಇದೆ ಮೇಡಮ್. 2 ಲೈಮ್ ಜ್ಯೂಸ್ ಲಾಣ. ಸರಿ ಸರ್. ಬರಲಿ. ಹೇಳಿ ಸರ್. ಎಷ್ಟೊತ್ತಾಯ್ತು ಆರ್ಡರ್ ಕೊಟ್ಟು? ರೆಡಿ ಆಗ್ತಿದೆ ಸರ್. ಬೇಗ ತಗೊಂಬೋಗು. ಸರಿ ಸರ್. എന്തായാലും അവൻ പോയല്ലോ. He's back. എന്റെ ദൈവമേ, അയാൾ പിന്നെയും വന്നിരിക്കുന്നു. പക്ഷെ ആ വണ്ടിക്കകത്ത് ആരുമില്ലല്ലോ. നന്ദിത, നമ്മളെ ലക്ഷ്യം വെച്ച് തന്നെയായിരിക്കും അയാൾ വന്നത്. നന്ദിത, ഞാൻ ഇപ്പോഴും പറയുന്നത് നമുക്ക് പോലീസിനെ അറിയിക്കാന്നാ. സംഭവിച്ചതല്ല. അതിനൊക്കെ സമയമെടുക്കും. എല്ലാ പേരൻസും വന്ന് കുട്ടികളെ വിളിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ മോള് പിന്നെ ഒറ്റയ്ക്കല്ലേ. ഞാൻ ഇപ്പോൾ വരാം. മിസ്റ്റർ, നിങ്ങൾ എന്തിനാ ഞങ്ങളെ നോക്കിയത്? നമുക്ക് ഇവിടെ വെച്ചെല്ലാം തീർക്കാം. നിങ്ങൾ ആരാ? നീ ആരാ? ആ ട്രക്ക് ഓടിച്ച് ഞങ്ങളെ ഫോളോ ചെയ്ത് നിങ്ങളല്ലേ? ചീപ്പ് ഷൈനിങ്ങാ? എന്ത് ട്രക്ക്? അവനെ പാത്തേണ്ട ഷൈനിങ് ട്രക്ക് ഉനക്ക് പൈത്യമാ? കൂടുതൽ കളിച്ചാൽ പോലീസ് ഇൻഫോം ചെയ്യും. പോലീസാ? ആമാടാ, ட்ரக் எந்து தான், இந்த தாபா எந்து தான், இந்த ஊரே எந்து தான். என்ன புடுங்குற நீ? புடுங்குறா? ஏய் புடுங்குறா? ஏய் அடிங்க. ரிலாக்ஸ். ஐ அம் சாரி. சாரி காலே. എവിടെ പോയി? ഒന്നുമില്ല. അയാളാണോന്നൊരു സംശയം. പക്ഷെ അയാളല്ല. അതെ, ടീനെ വിളിച്ചിരുന്നു. ആ ദുർഗാദാസില്ലേ, അയാളൊരു സൈക്കോ ആണെന്ന്. പിന്നെ ഡ്രഗ് അഡിക്റ്റും. അയാൾക്ക് ജോലിയൊന്നുമില്ല. കല്യാണം കഴിച്ചൊരു കുട്ടിയുണ്ട്. അയാളുടെ സ്വഭാവം കാരണം അവർ മാറി നിൽക്കുക. അയാളെന്ന് സൂക്ഷിച്ചോളം പറഞ്ഞു. അവൻ വണ്ടിയിലുണ്ട്.
ആരാന്ന് കണ്ടോ? ഇല്ല, പോയി കളഞ്ഞു. നീ കഴിച്ചോ? ഇല്ല. നമുക്ക് പോവാം. വാ. നീ എന്താ ആലോചിക്കുന്നത്? ഇറ്റ് വാസ് നോട്ട് ആക്സിഡന്റൽ. അത് തന്നെ എനിക്കും തോന്നുന്നത്. കോളേജിൽ പഠിക്കുന്ന കാലം തൊട്ടേ ആ ദുർഗാദാസിന് ജീപ്പ് റേസ് ആയിരുന്നു ഹോബി. പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. നീ പറഞ്ഞു വരുന്നത് അവന്റെ പഴയ വൺ സൈഡ് അഫെയറിന്റെ പേരിൽ നിന്നോടുള്ള കണക്ക് തീർക്കുകയാണെന്നാണോ? യെസ്. മറ്റാരും ഇങ്ങനെ ഒരു റിസ്കി ഗെയിം കളിക്കില്ല. ഐ എം ഷുവർ. I don't know. It's not convincing. പക്ഷേ എൻ്റെ മനസ്സ് പറയുന്ന അത് അവൻ തന്നെയാന്ന്. എൻ്റെ ഫോൺ എവിടെ? എൻ്റെ മൊബൈൽ എവിടെയെന്ന്? ആ സീറ്റിൻ്റെ താഴെ നോക്ക്. ആ ഡാബയെ പാർക്ക് ചെയ്തപ്പോൾ വീണതാണ്. അപ്പൊ തന്നെ നമ്മൾ നോക്കേണ്ടതായിരുന്നു. നമുക്ക് തിരിച്ചു പോയാലോ? നിന്റെ മൊബൈൽ എങ്ങനെയാ? ചാർജ് ഇല്ല ഇതിന്. ചാർജ് ചെയ്ത് വെച്ചൂടെ നിനക്ക്? ഇറ്റ്സ് ഓക്കെ. ഇനി 2 മണിക്ക് എന്തായാലും എത്തില്ല. നന്ദേട്ടാ, നമുക്ക് എവിടെന്നെങ്കിലും മോളുടെ ഹോസ്റ്റലിലേക്ക് വിളിച്ചാലോ? എന്റെ ഫോണിലെ മോളുടെ ഹോസ്റ്റലിലെ കോൺടാക്ട് നമ്പർ. ഇനിയിപ്പോ അങ്ങോട്ട് വിളിക്കാൻ എന്താ ചെയ്യാ? എവിടെയെങ്കിലും നിർത്തി അറ്റ്ലീസ്റ്റ് നിന്റെ ഫോണൊന്ന് ചാർജ് ചെയ്തെടുക്കാം. പഞ്ചറായി. ഓക്കേടാ. അവനോട് വെയിറ്റ് ചെയ്യായിരുന്നു. അതോ കറങ്ങി തിരിച്ചു വന്നാണോ? ഇതവൻ തന്നെയാ.
ഒറ്റയ്ക്കല്ലേ? അവരിനി വീണ്ടും വരുമോ? ആ ടണൽ ക്രോസ് ചെയ്തോ? നോ വേ. ഇനി അവനെ നമ്മളെ കിട്ടില്ല. എന്തായാലും രക്ഷപ്പെട്ടല്ലോ, അത് മതി. പക്ഷെ അവൻ എന്തിനാ നമ്മളെ ഇങ്ങനെ? ആരായിരിക്കും അവൻ? നന്ദേട്ടാ, നമ്മൾ പോകുന്ന വഴി ശരിയാണോ? സോമൻ പറഞ്ഞനുസരിച്ച് ടണൽ കഴിഞ്ഞാൽ പിന്നെ മെയിൻ റോഡാ. താങ്ക് ഗോഡ്. ഇനിയെങ്കിലും അധികം വൈകാതെ നമുക്ക് എത്താലോ. ഹോപ്പ്ഫുള്ളി. നന്ദേട്ടാ, അത് നോക്കി. അതവനല്ലേ? എന്റെ ദൈവമേ, അവൻ എത്തുമ്പോൾ നമുക്ക് ജംഗ്ഷൻ ക്രോസ് ചെയ്യണം. വേഗം പോ, അല്ലെങ്കിൽ അവൻ നമ്മൾ മുമ്പോട്ട് പോകാൻ സമ്മതിക്കില്ല. ഫാസ്റ്റ് നന്ദേട്ടാ, ഫാസ്റ്റ്. പഴയതുപോലെ ആയാലും നന്ദേട്ടാ. ഇങ്ങനൊരു കണക്ഷൻ റോഡ് ഉണ്ടെന്ന് അത് അവനെങ്ങനെ അറിയാം? ആ റോഡ് മെയിൻ റോഡിലേക്കാ, അത് അവനറിയാം. രാധിക, ഇത് ദുർഗാദാസ് അല്ല. പിന്നെ ആരായിരിക്കും? ഗിരി. അവനെ അത് ചെയ്യുള്ളൂ, എനിക്ക് ഉറപ്പാ. നന്ദേട്ടൻ എന്തൊക്കെയാ ചിന്തിക്കുന്നേ? ഇപ്പം നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാ ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ലാഭം അവന് തന്നെയാ. നമുക്ക് തരാനുള്ള പേയ്മെന്റ് തരണ്ടല്ലോ. അതിനുള്ള ധൈര്യമൊന്നും ഗിരിക്കില്ല. ഗിരിക്കില്ലായിരിക്കാം, പക്ഷെ അഷ്റഫ് ഒരവസരം നോക്കി നടക്കായിരുന്നു അവനെ ഗിരി മുതലാക്കിയതായിരിക്കും. ഇത് ഗിരി തന്നെയാ, എനിക്കറിയാം. നന്ദേട്ടാ, ദേ അവനവിടെ. അവൻ കുറച്ച് മുന്നോട്ട് പോയിട്ട് നന്ദേട്ടാ, നമുക്ക് പതുക്കെ പോവാം.
അവിടെ ആരും നിൽക്കുന്നു. ಪೊಲೀಸ್ ಸ್ಟೇಷನ್ ಇದೆ, ಇಲ್ಲಿಂದ 10 ಕಿಲೋಮೀಟರ್ ಆಗ್ತದೆ. ಸೀದಾ ಹೋಗಿ, ಮೇನ್ ರೋಡ್ ಎಲ್ಲ ಇದೆ. അവൻ എന്താ ഉദ്ദേശിച്ചിട്ടാ നമ്മുടെ പുറകെ? അവൻ പുറകെ എന്തായാലും വരും. ഗോ ഫാസ്റ്റ്. അവിടേക്കൊരു വഴിയുണ്ട്, അങ്ങോട്ട് പോ. നമ്മളിങ്ങോട്ട് തിരിഞ്ഞവൻ കണ്ടില്ലെന്ന് തോന്നുന്നു. ഇങ്ങനത്തെ സൈക്കോട്ടിക്കായ ആളുകൾ വളരെ കണ്ണിങ് ആണ്. പിന്നാലെ വരാതിരിക്കില്ല അവൻ. But why is he after us? പെട്ടെന്ന് പോലീസിനെ അറിയിക്കണം. ഒരു കാക്ക പോലും ഇല്ലാത്ത ഇവിടെയാണോ പോലീസ്? നീ അവിടെ ഒരു കട കാണുന്നു. എങ്ങനെയെങ്കിലും പോലീസ് അറിയിക്കണം. നീ ഇപ്പൊ അവരുടെ ഫോൺ ഉണ്ടോ നോക്ക്. அக்கா அக்கா உங்களில் ஒரு ஃபோன் இருக்கா? அர்ஜென்ட்டாக ஒரு கால் பண்ணணும் ப்ளீஸ். Call 100. Hello sir, one big truck is following us and trying to kill us. Sir, I'm Radhika. One second. ഇത് എന്താ ഊരമ്മ? രാധിക, അവിടുന്ന് മാറിക്കോ. തിരിച്ചു വരുന്നതിന് കാറിലെത്തണം.
I don't believe this. ഇത് ഗിരി തന്നെ. No. I don't think so. ഇത് ദുർഗാദാസും അല്ല. He won't try to kill me. You are right. ഗിരിയും അല്ല. പിന്നെ ആരാ? ആ ഷോപ്പിംഗ് മാളിലെ ആ പിള്ളേരോ? ആ അവര്. ഇത് അവന്മാര് തന്നെ. എനിക്ക് അപ്പോഴേ തോന്നിയിരുന്നു ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്ന്. നന്ദേട്ടാ, നമ്മുടെ മോള്, നമുക്ക് അവിടെ ഉടനെ എത്തിയേ പറ്റൂ. അവക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. റിലാക്സ്. ഓക്കെ, ലെറ്റ്സ് ഗോ. നമുക്ക് എത്രയും പെട്ടെന്ന് അവിടെ എത്തണം. അവിടെ ആ സെക്യൂരിറ്റി മാത്രമല്ലേ ഉള്ളൂ. മോള് നമ്മളെ കാണാതെ പേടിച്ചിരിക്കുമായിരിക്കും. അതെന്താ അവിടെ? ഡൈവേർഷൻ ബോർഡാണല്ലോ. ഇവിടെ എന്താ വർക്ക് നടക്കുകയാണെന്ന് തോന്നുന്നു. സമയമില്ലാത്ത സമയത്ത് ഓരോരോ ഏടാകൂടങ്ങൾ. ഇത് വേറെ എങ്ങോട്ടാ പോകുന്നതെന്ന് തോന്നുന്നു. എനിക്ക് സംശയമുണ്ട്. നമുക്ക് തിരിച്ചു പോകാൻ നന്ദേട്ടാ. എനിക്ക് പേടിയാവുന്നു. വേണ്ട, നേരെ തന്നെ പോവാം.
എവിടെയെങ്കിലും മെയിൻ റോഡ് കിട്ടാതിരിക്കത്തില്ല. ഈ റോഡ് മെയിൻ റോഡിലോട്ടല്ല, വേറെ അങ്ങോട്ടാ പോകുന്നത്. നമുക്ക് തിരിച്ചു പോവാൻ നന്ദേട്ടാ. അവനും ആ വഴി തന്നെയല്ലേ വരുന്നേ. അയാൾ നമ്മളെ കൊല്ലും ഉറപ്പാ. ഇതെല്ലാം അവൻ്റെ പ്ലാനായിരുന്നു. നമ്മളിവിടെ കൊണ്ടെത്തിക്കാന്നുള്ളായിരുന്നു അവൻ്റെ ഉദ്ദേശം.
നന്ദേട്ട നമ്മുടെ മോള്. അവളെനിക്കൊരു നോക്കൊന്ന് കണ്ടാ മതിയായിരുന്നു. എന്നിട്ട് അവൻ നല്ല സ്പീഡിലാ വരുന്നത്. വേറെ ഓപ്ഷൻ ഇല്ല. നന്ദേട്ട എനിക്ക് പേടിയാവുന്നു. രാധിക, നീ ഞാൻ പറയുന്ന പോലെ ചെയ്യണം. പേടിക്കരുത്. Trust me. ഇത് അവസാനിപ്പിക്കാതെ ഇനി നമ്മൾ ഇവിടുന്ന് പോയിട്ട് കാര്യമില്ല. എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. അവൻ ആരാണെന്നും എന്തിനാണ് നമ്മളോട് ഇത് ചെയ്യുന്നതെന്ന് എനിക്കറിയണം. Trust me. Nothing will happen to us. Hold the steering. Hold. You bastard!
നീ എന്തിനാ ഞങ്ങളെ വാട്ട്സ് ഹാപ്പനിങ്? ഓർമ്മയുണ്ടോ നിനക്ക് 4 മാസം മുന്നേ എന്റെ ബൈക്ക് നിന്റെ കാരണം നിർത്തിയതിന്? ശല്യം കുറച്ചും കൂടെ മാറ്റി കൊറ. ഓ പിന്നെ ആ മുന്നോട്ട് പോയി ഫസ്റ്റ് പ്രൈസ് വാങ്ങിക്കാൻ പോലും. അതിന് നീ എനിക്ക് തന്ന ശിക്ഷ. ശിക്ഷയോ? എന്ത് ശിക്ഷ? അവര് പുറകെ തന്നെയുണ്ട്. വേഗം വിട്ടോ. കാർ എടുത്ത് പോയി കഴിഞ്ഞാൽ ഈ ട്രാഫിക്കിൽ ഡോക്ടറിന്റെ അപ്പോയിന്റ്മെന്റ് മിസ്സാവും. 3ാമത്തെ മാസം മോളെ, സൂക്ഷിച്ചു പോണേ. ശരി അമ്മ. എത്ര സമയം എടുക്കും? ഒരു 2 മണിക്കൂർ എടുക്കും സാർ. സാറേ ഞാൻ പറഞ്ഞ ഷോർട്ട് കട്ട് വഴിയല്ലേ പോകുന്നത്? ആ വഴി ഒന്ന് ട്രൈ ചെയ്യാനാ പ്ലാൻ. ഓക്കെ സാർ. ഓക്കെ ബൈ. നീ കാരണം അന്ന് എനിക്ക് നഷ്ടപ്പെട്ട 2 ജീവനുകളായിരുന്നു. അറിയാം നിനക്ക്? അന്ന് നീ ഞങ്ങളെ വിട്ടിട്ട് പോയി. ആ ഒരു നിമിഷം നിനക്ക് വേണമെങ്കിൽ അവളെ രക്ഷിക്കാമായിരുന്നു. നീ അത് ചെയ്തില്ല. ഞാൻ കാത്തിരിക്കുകയായിരുന്നു നിന്റെ കൂടെ തന്നെ നിന്റെ ഭാര്യ തിരിച്ചു വരാൻ. എടാ അത് ഞാനല്ല. അത് ഞാനല്ലാതെ പറഞ്ഞില്ലേ? നിന്നെ ഇടിച്ച വണ്ടി എന്റേതായിരിക്കാം, പക്ഷെ അത് ഓടിച്ചത് ഞാനല്ല. നിന്റെ ഈ ഈഗോയാ ഇതിനെല്ലാം കാരണം. നീ ഒരു കാര്യം ചെയ്യും, എന്നെ അടുത്ത ജംഗ്ഷനിലോട്ട് പോകുന്ന വഴി വണ്ടി ഒന്ന് സോമന്റെ വർക്ക്ഷോപ്പിലോട്ട് കൊടുത്തേ.
നീയല്ല കാരണം. നീ നിർത്താതെ പോലെ എന്നിട്ട് ഞാനും എന്റെ ഭാര്യ ഇന്ന് അനുഭവിച്ച എന്റെ ഒരു നിമിഷം മതി നീയായിട്ട് തെരഞ്ഞെടുത്ത ഈ സ്ഥലത്ത് വെച്ച് തന്നെ നിന്നെ തീർക്കാൻ. പക്ഷെ ഞാനത് ചെയ്യുന്നില്ല. പക്ഷെ ഇനി നീ ഞങ്ങളെ ഫോളോ ചെയ്താ ഞാനത് ചെയ്യും. വേണ്ട ബാലു, നോ, ഇനി ഇത് വേണ്ട. ഹലോ, സോറിയില്ലേ, ചൂടാവല്ലേ. ഒരു ഉടായ്പ കേസിൽ ബെല്ലാരി പെട്ടുപോയി. ഒരു ഫോൺ പോലും ചെയ്യാൻ പറ്റില്ലടാ. അതുകൊണ്ടാണ് എനിക്ക് വരാൻ പറ്റാ. എടാ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എടാ, ഒരു മിനിറ്റ്. കുറെ നേരമായി എന്നെ ആരോ ഫോളോ ചെയ്യുന്നുണ്ട്. ഹലോ.